ലൈംഗിക ചൂഷണ പരാതികളിൽ മുഖം നഷ്ടപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം മണ്ഡലത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. വി.ഡി. സതീശനടക്കം സ്വന്തം പാർട്ടി നേതൃത്വത്തിന്റെ കടുത്ത എതിർപ്പും CPIM-ന്റെയും BJP-യുടെയും പ്രതിഷേധ സാധ്യതകളുമെല്ലാം അവഗണിച്ചാണ് മണ്ഡലത്തിലേക്കുള്ള ഈ വരവ്. ഷാഫി പറമ്പിലിന്റെയും ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന്റെയും പൂർണ്ണ പിന്തുണ വ്യക്തമാകുന്നതായിരുന്നു മാങ്കൂട്ടത്തിന് ഇന്ന് അവിടെ കിട്ടിയ സ്വീകരണം. പാർട്ടി നേതൃത്വം പടിയടച്ച് പുറത്തു നിർത്തിയിരിക്കുന്ന മാങ്കൂട്ടത്തിനെ കാണാൻ കുറച്ച് ജില്ലാ നേതാക്കളൊക്കെ എത്തി. ഇതൊക്കെയാണെങ്കിലും വാഹനത്തിലെ MLA ബോർഡ് എടുത്തുമാറ്റി സ്വന്തം മണ്ഡലത്തിൽ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ഇപ്പോഴും അയാൾ. RDX റാപ്പ് കാണാം ആദ്യം. ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിനു ശേഷം പാലക്കാടെത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ ശ്രമിച്ചെങ്കിലും പ്രതിഷേധ സാധ്യത പേടിച്ച് സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മണ്ഡലത്തിൽ പോകരുതെന്ന നിലപാടിലായിരുന്നു. സതീശന്റെ എതിർപ്പ് അവഗണിച്ച് നിയമസഭയിലെത്തിയ രാഹുൽ അതുപോലൊരു നീക്കമാണ് പാലക്കാടെത്താനും പ്രയോഗിച്ചത്. ഷാഫി പറമ്പിലിന്റെ പിന്തുണയുടെ ധൈര്യവും ഇതിനു പിന്നിലുണ്ട്. സസ്പെൻഷനിലായിട്ടും മണ്ഡലത്തിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോൺഗ്രസ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവ്യറിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. സെൽവപാളയത്തെ സേവ്യറിന്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. ശേഷം മണ്ണാർക്കാട്ടേക്ക് തിരിച്ചു. ഇന്നലെ അന്തരിച്ച മുൻ KPCC സെക്രട്ടറി PJ പൗലോസിന്റെ വിലാപയാത്രയെ അനുഗമിച്ചു. 4:30 പാലക്കാട് MLA ഓഫീസിലെത്തി. കാണാനെത്തിയ ചിലരിൽ നിന്ന് നിവേദനങ്ങൾ വാങ്ങി. KPCC നിർവാഹക സമിതി അംഗം C ചന്ദ്രനും DCC ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് KSU ജില്ലാ അധ്യക്ഷന്മാരും മുഴുവൻ സമയവും രാഹുലിനെ അനുഗമിച്ചിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രതിഷേധങ്ങൾ ബുദ്ധിമുട്ടായി കാണുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ലാണ്ടിരിക്കാൻ കാര്യം ഔദ്യോഗിക പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണുന്നു? വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനമൊന്നുമല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ ഞാൻ. പ്രതിഷേധങ്ങളുണ്ടാകട്ടെ. ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അതങ്ങനെ നടക്കട്ടെ. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. മാങ്കൂട്ടത്തിൽ നിലവിൽ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് നേതൃത്വം പറയുമ്പോഴും കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും DCC പ്രസിഡന്റ് A തങ്കപ്പനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ അഭിവാദ്യം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി മുത്തലിഖ് കുറച്ചുനേരം രാഹുലുമായി ചർച്ചയും നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കൈകൊടുത്തതിൽ എന്താണ് തെറ്റെന്ന് DC പ്രസിഡന്റ് A തങ്കപ്പൻ ചോദിച്ചു. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കേണ്ടതിൽ അതിനുള്ള സംവിധാനം അയാൾക്ക് തന്നെ ഉണ്ടെന്നും A തങ്കപ്പൻ പറഞ്ഞു. നിലവിലുള്ള MLA നല്ല പരിചയമുള്ള ആളുകളെ ഒരു നടപടിൻ്റെ പേരും കൊണ്ട് മുഖം തിരിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് നിയമം അടുത്ത് വരുന്നു, ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളിൽ പോകുന്നു. അവിടെ ആരും തടക്കില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നു. തടക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ സംസാരിക്കേണ്ട സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സംരക്ഷണം അങ്ങനെ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. മണ്ഡലത്തിൽ രാഹുലിനെതിരെ DYFI നടത്തിയ അനൗൺസ്മെന്റ് പ്രതിഷേധം ശ്രദ്ധേയമായി. രാഹുൽ എത്തിയിട്ടുണ്ട്, സൂക്ഷിക്കൂ, ഭയം വേണ്ട, ജാഗ്രത മതി എന്നായിരുന്നു CPM-ന്റെ അനൗൺസ്മെന്റ്. MLA ഓഫീസിലേക്ക് ചൂലുമായെത്തിയായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കാഹളമാക്കി ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ DYFI-നെ ഏത് തെരുവുകളിലും മാങ്കൂട്ടം വരുമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും കേരളത്തിലെ പാലക്കാട് പോട്ടെ എവിടെയെങ്കിലും പ്രതിഷേധം ഈ DYFI-യോ ഇടതുപക്ഷക്കാരനോ നടന്നു വേണ്ടി അവർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടി ഈ പീഡനവിരനായ MLA മറ്റു കാര്യങ്ങൾ കൂടെ പരിശോധിക്കാം. മാങ്കൂട്ടത്തിൽ നിറയെ കെയർ കിട്ടി എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല സംഭവം. ആരോപണം വരുന്നത് മുതൽ രാഹുലിനെ ചേർത്ത് നിർത്താൻ ഉറച്ചാണ് ഷാഫി പറമ്പിൽ തീരുമാനിച്ചിരുന്നത്. പ്രതിരോധിക്കാനും പാലക്കാടെത്തിക്കാനും ആസൂത്രണം ചെയ്ത ഷാഫി വിഭാഗമാണ് എന്ന് പറയപ്പെടുന്നു. മണ്ഡലത്തിലേക്കുള്ള വരവ് പിന്തുണക്കുന്ന പ്രാദേശിക നേതാക്കളുമായി കുറച്ചുപേരുമായിട്ട് ഇയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിട്ട് ആലോചിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് KSU ചില ജില്ലാ നേതാക്കൾക്കൊപ്പം 2 മരണ വീടുകളിൽ സന്ദർശനം നടത്തി.
ഒപ്പം യാത്ര ചെയ്തും ഭക്ഷണം കഴിച്ചും KPC നിർവാഹക സമിതി അംഗവും DCC ജനറൽ സെക്രട്ടറി 2-3 നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാലക്കാട് MLA ഓഫീസിലേക്ക് എത്തിയപ്പോഴും ചില പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒപ്പം ഉണ്ടായിരുന്നു എന്ന് കണ്ടു. ഓഗസ്റ്റ് 17-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവസാനമായി പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നത് എന്ന് ഓർമ്മയുണ്ട് നമുക്ക്. ഓഗസ്റ്റ് 20-നാണ് രാഹുലിൻ്റെ പേരെടുത്ത് പറയാതെ റിനി ആൻ ജോർജ് ആരോപണം ഉന്നയിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് നിരവധി പരാതികളായിരുന്നു എന്ന് നമ്മൾ കണ്ടു. വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയ യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണവും പുറത്തു വന്നു. വിവാദം കത്തിപ്പടർന്നതോടെ രാഹുലിനെ പൂർണ്ണമായും കൈവിട്ട് കോൺഗ്രസ് നേതൃത്വം ആണ് ഉണ്ടായിരുന്നത്. ഇതോടെ ട്രാൻസ് വനിത അവന്തിക ഉയർത്തിയ പരാതിയിൽ മാത്രം രാഹുൽ പ്രതികരിച്ചു. മറ്റൊന്നിനും പ്രതികരണം വന്നില്ല. ഓഗസ്റ്റ് 25-ന് രാഹുൽ സസ്പെൻഷൻ ഉണ്ടായി. സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട എന്നും കോൺഗ്രസ് തീരുമാനിച്ചു. ലൈംഗികാരോപണങ്ങളിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് ഉണ്ടായി. സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുൽ അനുകൂല പ്രചരണവും സതീശന് തെരുവിളിയും ഇപ്പോൾ ഏതാണ്ട് എന്ന് ഒടുങ്ങിയ നിലയിലാണ്. എതിർപ്പുകളെല്ലാം മറികടന്നാണ് സെപ്റ്റംബർ 15-ന് രാഹുൽ നിയമസഭയിലെത്തിയത്. ഇപ്പോൾ പാലക്കാട് എത്തുകയും ചെയ്തിരിക്കുന്നത്. ബിനിൽ, ഇത് ചില മാധ്യമങ്ങൾക്ക് രാവിലെ ഇയാൾക്ക് കോൺഗ്രസ് സ്വീകരണം നൽകി, ഇയാൾക്ക് നിറയെ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ക്യാമറ നമ്മളങ്ങ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇയാളെ കാണാമെന്നല്ലാതെ ഒന്ന് രണ്ടത്. ഇപ്പം മരണ വീട്ടിൽ വന്നതാണ് ബെന്നി ബെഹനാൻ. അപ്പം മരണ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരാൾ സ്വയം ഇത്ര വലിയ കുഴപ്പത്തിലൊക്കെ പെട്ടാലും ഞാൻ വെളിച്ചത്തിലിറങ്ങി നടക്കുന്ന പറഞ്ഞാൽ അയാളുടെ വിഷയാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ ആൾക്കാർക്ക്. അല്ലാതെ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരുപാട് ആളുകളോ ആ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വന്ന് മുദ്രാവാക്യം വിളിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ശ്രദ്ധേയമായൊരു കാര്യം എനിക്ക് തോന്നുന്നത്, എതിർപ്പും വലിയ എതിർപ്പിലേക്കൊന്നും ആളുകൾ പോയില്ല. എന്താണ് നടക്കുന്നതെന്ന് കാണട്ടെ എന്നായിരുന്നു BJPയുടെയും CPMൻ്റെയും യഥാർത്ഥ ഒരു പൊതു നിലപാട് എന്നാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ DYFI അവിടെ ഒരു പ്രതിഷേധം പരിപാടി ഇങ്ങനെ സിംബോളിക്കായിട്ട് നടത്തി. മഹിളാ മോർച്ച അവിടെ ഒരു പരിപാടി നടത്തി. അങ്ങനെയല്ലാതെ BJPയോ CPMോ ഏറ്റെടുത്തിട്ട് വലിയ പ്രതിഷേധം നടത്തിയിട്ട് ഇയാളെ ആളാക്കിയേക്കാം, ഇയാൾക്കൊരു ഒരു മൊമെൻ്റം ഉണ്ടായി കൊടുത്തേക്കാം എന്ന തീരുമാനം വേണ്ടതില്ല എന്ന തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പാടുപെടുകയാണ് ഇവർ കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വിജയിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അയാൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഉറപ്പായി. എനിക്ക് തോന്നുന്നത് BJPയും CPMും എടുക്കുന്ന നിലപാട് ഇതങ്ങ് ചീഞ്ഞു പോയിക്കോളും, നമ്മളിതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും എടുക്കേണ്ടതില്ല. CPM തുടക്കം മുതലേ ആ നിലപാട് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് അവർക്കിടയിലുള്ളൊരു പ്രശ്നം, അത് അങ്ങനെ തന്നെ ചീഞ്ഞു നാറും എന്നുള്ളതും ഒരുപാട് പുഴുക്കുത്തുകൾ പുറത്തേക്ക് വരും എന്നുള്ള ഒരു നിലപാട് CPMനുണ്ടായിരുന്നു. BJP നേതൃത്വം ആദ്യഘട്ടത്തിൽ രാഹുൽ പാലക്കാട് കാലുകുത്തിക്കില്ല, തടയും എന്ന വിധത്തിലുള്ള നിലപാടെടുത്തിരുന്ന BJPയും ആ നിലപാട് മാറ്റി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുലിനെ തടയും. അങ്ങനെ വഴിനീളെ ഇപ്പം ഞാനിന്ന് 4 മണിയുടെ ഹോട്ട് ആൻഡ് ടോക്കിൽ പ്രശാന്ത് ശിവനോട് ചോദിച്ചപ്പോൾ പ്രശാന്ത് ശിവൻ പറയുന്നത് അയാൾ ഈ വഴിക്ക് കോയമ്പത്തൂർ പോകും അല്ലെങ്കിൽ അട്ടപ്പാടിക്ക് പോകും, അതെല്ലാം തടയാൻ പറ്റുമോ എന്നുള്ളൊരു ആ ചോദ്യത്തിലേക്ക് അത് വഴിമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അത് ഈ വിധത്തിൽ തന്നെ രാഹുൽ വൾണറബിളായി മാറും എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ രാഹുലിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത് സനീഷ്. രാഹുൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതികരണം, ഞാനത് ചെയ്തതല്ലെന്നോ ഞാൻ ചെയ്തുവെന്നോ അല്ല, അതങ്ങനെ ഒരാൾ പറയില്ല, എങ്കിൽ പോലും ഒരു പ്രതിരോധം പോലും ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ അവന്തിക, നമ്മുടെ ഡാറ്റ ഷീറ്റിൽ കണ്ടതുപോലെ അവന്തികയുടെ കാര്യത്തിലൊഴികെ മറ്റ് ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഗർഭചിത്രം, ഈ യുവതി ഉന്നയിച്ചിട്ടുള്ള ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആ ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ഫോൺ റെക്കോർഡിൽ ഉൾപ്പെടെ ഒരു കാര്യവും ഡയലോഗ് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, രാഹുൽ ആ കാര്യത്തിൽ എന്താണെന്ന് പറയുമ്പോൾ പറയാം, വിശദമായി പറയാലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. MLA ബോർഡ് വെച്ച വണ്ടിയിലാണ് അദ്ദേഹം വന്നത്. ആ ബോർഡ് ഒഴിവാക്കി അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ പാലക്കാട്ട് ജനങ്ങളുടെ ഒരു അവസ്ഥയാണ്, ഒരു ഗതികേട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ജനപ്രതിനിധിയല്ലേ, സാധാരണക്കാരായ ഒരു മനുഷ്യനെ പോലെ അല്ലല്ലോ. നമ്മുടെ എല്ലാം പ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തേണ്ട, നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടേണ്ട, വളരെ സജീവമായി നമ്മൾ ഉണ്ടാകും എന്ന് കാണുന്ന ഒരർത്ഥത്തിലാണല്ലോ ഒരു മനുഷ്യനെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ആ ജില്ലക്കാരൻ പോലും അല്ല, മണ്ഡലത്തിലുള്ള ആളല്ല, മറ്റ് ഒരു തെക്കൻ ജില്ലയിൽ നിന്ന് വന്നിട്ടാണ് പാലക്കാട് പോലുള്ള മറ്റൊരു സ്വഭാവമുള്ള ജില്ലയിൽ മത്സരിച്ച് ജയിപ്പിക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരനിൽ അത്രത്തോളം പ്രതീക്ഷയും ആവേശവും ആ ജനത കണ്ടതുകൊണ്ടാണല്ലോ അത്രയേറെ വലിയ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ അത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിപ്പിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലാണ് UDFന് വലിയ വിജയം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ആ ജനങ്ങളോട് രാഹുലിനൊരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതുകൊണ്ടും ആ ഉത്തരവാദിത്വം നിറവേറ്റാനെങ്കിലും ഇക്കാര്യത്തിലുള്ള സ്റ്റാൻഡ് രാഹുൽ തുറന്നു പറയണം. അതിനുശേഷമായിരിക്കണം പാലക്കാട് പോകുന്നതും അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. പ്രധാനം അല്ലേ? അതാണ് നിശ്ചയമായിട്ട്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ഇയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ, പരാതികളൊന്നും വരാതെ സെറ്റിൽ ചെയ്യുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്നൊരു പാതി ആത്മവിശ്വാസം ഇയാളുടെ മുഖത്തുണ്ട്. പാതിയേ ഉള്ളൂ, മുഴുവനായിട്ടില്ല. അതായത് ഇതുവരെ പരാതികൾ 38 ദിവസം അവിടെ വന്നിട്ട് 2 കാര്യങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുണ്ടാവുക. ഒന്ന്, താടി വളർത്തി,
അതൊരു സാഡ് ഫിഗർ ആകാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ കാണുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നണം. മുടി വെട്ടിയില്ല. രണ്ടാമത്തേത് ഈ പറയുന്ന സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക, പരമാവധി പരാതികൾ വരാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊരു പാതി വിജയം കണ്ടിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ ഇറങ്ങി നടപ്പിൻ്റെ ഒക്കെ ഒരു കാര്യം. പക്ഷേ അപ്പോഴും അയാൾക്കാണല്ലോ ഇതിൻ്റെ ഗ്രാവിറ്റി അറിയുക, ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു, ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുമില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് ആസൂത്രണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇയാൾ ഇറങ്ങി നടന്നാൽ, ഇപ്പം നമ്മുടെ നടക്കുള്ള ക്യാമറകൾ എല്ലാ ദിവസവും ഇങ്ങനൊരു വിവാദവും പ്രശ്നമൊക്കെ ഉണ്ടായാലും എല്ലാ ദിവസവും പിന്തുടരും അയാളെ. ക്യാമറകളിൽ ഇയാൾ പെടും, മനുഷ്യരോട് സംസാരിക്കുക. കേരളത്തിലൊരു മനുഷ്യനും ഒരാൾ വന്നിട്ട്, ഒരു രാഷ്ട്രീയക്കാരനോ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ വന്നിട്ട് എന്ത് കുഴപ്പത്തിലെങ്കിലും പൊട്ടോട്ടെ, അയാൾ വന്നിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ചിരിക്കാതിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബെന്നി ബെഹനാനോ അല്ല മറ്റൊരാളോ വന്നു കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ DCC പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും, കൈ കൊടുക്കണ്ടേ? പിന്നെ ഒരാൾ ഇപ്പം രാഹുൽ വന്നിട്ട് ഒരാളോട് നിന്ന് ചിരിക്കുമ്പോൾ, അങ്ങോട്ട് ചിരിക്കുമ്പോൾ ഇയാൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ക്യാമറകളിൽ പരമാവധിപ്പെടുത്തുക. എന്നിട്ട് ഇതിനെ ഒരു സാധാരണീകരിക്കാനുള്ള ശ്രമമായിരിക്കും ഇവരുടെ അടുത്ത സ്ട്രാറ്റജി. 38 ദിവസം ഇരുന്നു, താടി നീട്ടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പരമാവധി ആളുകൾ ശ്രമിച്ചു. ഇതിലെല്ലാം താടി കുറച്ച് പാതി വിജയിച്ചിട്ടുണ്ട്, താടി. അതുപോലെ ഈ സംസാരിക്കുന്നതിൽ പാതി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്യാമറകളിൽ പരമാവധി പകർത്തിയിട്ട് ക്യാമറകൾ എല്ലാ ദിവസം പിന്തുടരുമ്പോൾ അതിനെ സാധാരണീകരിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്ന് കേരളമാണല്ലോ, ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഇത് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യാൻ അയാൾക്ക് പറ്റും. അതായത് എന്നാണോ അയാൾ ശക്തനായിട്ട്, അല്ലെങ്കിൽ ഹൂ കേസ് എന്നൊരു തവണ കൂടെ പറയുന്നത്, അന്ന് ഈ അപമാനിതരായിട്ടുള്ള ആളുകൾ അന്ന് വരില്ലേ തിരിച്ച്. ഈ ആളുകൾ ഞാൻ കേട്ടതാണ്, ഞാൻ കണ്ടതാണ് ഈ തെളിവുകൾ. അപ്പോൾ ഈ തെളിവുകൾ എക്കാലത്തും എത്ര സെറ്റിൽ ചെയ്താലും അങ്ങനെ ഇരിക്കുന്നതാണോ ഇയാൾ വിചാരിക്കുന്നത്? അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, ഈ സാധാരണക്കാരായ മനുഷ്യർ, ഇയാൾ മുന്നിൽ വന്ന് ചിരിക്കുമ്പോൾ പോലും ആ സാധാരണക്കാരായ മനുഷ്യർക്കുള്ളിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ടാകും. കോൺഗ്രസ്സുകാർക്കും CPMകാർക്കും BJPക്കാർക്കും അവരൊന്നും അല്ലാത്ത കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്കകത്ത് തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുണ്ടാകും. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു മാധ്യമം എഴുതി കാണിച്ചതെന്ന് വെച്ചാൽ എന്താണ്, ചേർത്ത് പിടിച്ച് കോൺഗ്രസ് എന്നാണ്, മാറിപ്പോയതോ മറ്റോ ആണ്. ചേർത്ത് പിടിച്ച് ബെന്നി ബെഹനാൻ ചേർത്ത് പിടിച്ചപ്പോൾ കോൺഗ്രസ് എന്ന് മാറി എഴുതി. എവിടെയാണ് കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നത്? കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമല്ലേ. VD സതീശനെ എതിർപ്പ് വല്ലപ്പോഴും പിൻവലിച്ചിട്ടുണ്ടോ? എത്ര നേതാക്കൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നുണ്ട്? അവരെല്ലാം ഇയാളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇതിപ്പോൾ ഇയാളുടെ മാത്രം, അല്ലെങ്കിൽ ഇയാളുടെ പിന്നിലുള്ള ആളുകളുടെ മാത്രം ഒരു ഉദ്ദേശമാണ്, ഒരു അവർ ശ്രമിക്കുകയാണ്, പരമാവധി ശ്രമിക്കുകയാണ്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു വിഷയം ഉണ്ടാകും. ഇതിനകത്ത് ബിനിൽ പറഞ്ഞു തുടങ്ങിയ ആ കാര്യമാണ്, അതായത് BJPയും CPMഉം ശ്രദ്ധിച്ചാണ് ഇവിടുന്ന്. അതായത് ഇനി അവരുടെ ബഹളം കൊണ്ട് കയറിയിട്ട് പിന്നെ ഇയാൾ ആളായി പോകണ്ട എന്നുള്ളൊരു ജാഗ്രത അവരുടെ പരിപാടികളൊക്കെ ഉണ്ട്. നാളെ മുതലും ഇയാൾ ഇറങ്ങി നടക്കാനാണ് സാധ്യത, മണ്ഡലത്തിൽ കൂടെ തന്നെ. മാത്രമല്ല എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ നിയമസഭയിൽ പോയിട്ടുള്ള നേമം ഷജീർ, ഇപ്പോൾ നിഖിൽ കണ്ണാടി എന്ന് പറയുന്ന KSU അധ്യക്ഷൻ പോയി എന്ന് പറയുന്നു. ഇതൊക്കെ അവരുടെ ആളുകളാണ്. വളരെ അടുത്ത ബന്ധം രാഹുൽ മാങ്കൂട്ടവുമായി അദ്ദേഹത്തിന്റെ വിഭാഗവുമായി ബന്ധം പുലർത്തുന്ന ആളുകളാണ് കൂടുതലായും പോയിട്ടുള്ളത്. അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ അപ്പോഴും പോകുന്നത് അവരുടെ ആളുകളാണ്. മാത്രമല്ല അതല്ലാതെ ഒരു മനുഷ്യനും ഒരു കോൺഗ്രസ് നേതാവ് അവിടെ എത്തിയിട്ടില്ല എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ് ഈ ദിവസം സെലക്ട് ചെയ്തത്? ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഒരു നേതാവിൻ്റെ, പ്രാദേശിക നേതാവിൻ്റെ മരണം ഉണ്ടായിട്ടുണ്ട്. മരണ വീട്ടിൽ പോവുക എന്ന് വെച്ചാൽ അവിടെ ഈ മറ്റ് നേതാക്കളെല്ലാം ഉണ്ടാവും. ബെന്നി ബെഹനാൻ അവിടെയുണ്ട്, തങ്കപ്പൻ അവിടെയുണ്ട്. അപ്പോൾ ഇവരെ, അതായത് നമ്മൾ കാണുമ്പോൾ ഇവർ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്, അവിടെ ചെന്നാൽ ക്യാമറ സ്വാഭാവികമായിട്ടും പിന്തുടരും. അവിടെ ചെന്നാൽ ഒരു മരണ വീട്ടിൽ വെച്ച് മറ്റ് നേതാക്കൾ കാണുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കാനൊന്നുമില്ല, അയാളിപ്പോൾ കോൺഗ്രസിന് പുറത്താണ് എന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് കണ്ടാൽ കൈ കൊടുക്കേണ്ടി വരില്ലേ? അത് ക്യാമറയിലാവുകയും അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസ് ഇതാ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കുകയൊക്കെയാണ് ഉദ്ദേശം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ടെലിവിഷൻ ക്യാമറകളിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കണ്ണിന് മുന്നിലുള്ള കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് കൊടുക്കാൻ ഇവരുദ്ദേശിക്കുന്ന സന്ദേശം മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല. അവരവരുടെ രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രബുദ്ധത വെച്ചിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ തന്ത്രം മരണ വീട്ടിൽ പോയിട്ട് ഇന്ന ആളുകളെല്ലാം കാണുക, ഈ നേതാവ് കണ്ടാവുന്ന ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ആ ഇമേജ് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളും ഓളം ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ ഇടയിലൂടെ ഒളിച്ചും പാത്തും നടക്കേണ്ട ഗതികെട്ട നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA ബോർഡ് എടുത്തു മാറ്റി സ്വന്തം മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു MLA, ഒരു ജനപ്രതിനിധിക്ക് ചെന്നെത്താവുന്ന നാണക്കേടിൻ്റെ അങ്ങേയറ്റം. ഈ ദയനീയ നിലയ്ക്ക് കാരണം മറ്റാരുമല്ല, അയാളുടെ പാർട്ടിയോ അയാളുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ശരിതെറ്റുകളോ അല്ല. വ്യക്തി എന്ന നിലയിൽ അയാൾ ചെയ്തു കൂട്ടിയ അങ്ങേയറ്റം ഹീനമായ കാര്യങ്ങൾ മാത്രമാണ്. അതങ്ങനെ ഉറച്ചു പറയാൻ മാത്രം ശബ്ദിക്കുന്ന തെളിവുകൾ, അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് പുറത്തു വന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അത് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോ അയാളെ പിന്തുണച്ചും പ്രീണിപ്പിച്ചും നാറിയത് ചുമന്നും പുറകെ നടക്കുന്ന പാർട്ടിയിലെ വളരെ ചെറിയൊരു കൂട്ടത്തിനോ മാത്രം അക്കാര്യത്തിൽ ഇനിയും ബോധ്യമില്ല എന്ന് വേണം കാണാൻ. അല്ലെങ്കിൽ ബോധ്യമില്ലാത്തവരെ പോലെ നടിക്കുകയാണ്. കണ്ണടച്ചാൽ അവരവർക്കേ ഇരുട്ടാകൂ എന്ന് മാത്രം RDX ഓർമ്മിപ്പിക്കുന്നു.